ഹായ് ഓൾ, ഒരു കൂടി സീസൺ ഇൻവെസ്റ്റ്മെന്റിലേക്ക് സ്വാഗതം. ഞാൻ ജോസഫ്, ആംഫി രജിസ്റ്റേർഡ് മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറാണ്. നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ പണം വളർത്താനുള്ള ലളിതമായ മാർഗം എന്നുള്ളത്. നമ്മളെല്ലാവരും പണം സമ്പാദിക്കാറുണ്ട് എന്നുള്ളതാണ്. എന്നാൽ നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന രീതിയിൽ ആ പണത്തെ നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാറുണ്ടോ? പണം നമ്മൾ ബാങ്കിൽ നിക്ഷേപിക്കാറുണ്ട്, അത് സുരക്ഷിതവുമാണ്. എന്നാൽ ലോങ് ടൈമില് ആ പണം വേഗത്തിൽ വളരാനുള്ള അവസരം അവിടെ ഉണ്ടോ എന്നുള്ളത്. കാരണം ഇതിനായാണ് നമ്മൾ പലരും മ്യൂച്വൽ ഫണ്ട് SIP ഡിപ്പെൻഡ് ചെയ്യുന്നത്. കാരണം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു സിമ്പിൾ മെത്തേഡാണ് മ്യൂച്വൽ ഫണ്ട് SIP. റെഗുലർ ആയിട്ട് ഒരു ചെറിയൊരു എമൗണ്ട് നമുക്ക് മ്യൂച്വൽ ഫണ്ട് SIP ഇൻവെസ്റ്റ് ചെയ്ത് ലോങ് ടൈമില് വെൽത്ത് ക്രിയേഷൻ ചെയ്യാൻ സാധിക്കും. നമ്മൾ 100 രൂപ ഒരു ചായക്കും മറ്റുമായിട്ട് മാറ്റിവെക്കുന്നതിന് പകരം 3000 രൂപ ഒരു മാസം മ്യൂച്വൽ ഫണ്ട് നിക്ഷേപിക്കുകയാണെങ്കിൽ വർഷങ്ങൾ കഴിയുമ്പോൾ അത് ലക്ഷങ്ങളായിട്ട് വളരാനുള്ള ചാൻസ് കൂടുതലാണ്. മറ്റൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, മാസം 5000 രൂപ വെച്ച് നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ SIP വഴി ഇൻവെസ്റ്റ് ചെയ്യുവാണെങ്കിൽ 20 വർഷം കഴിയുമ്പോൾ 12 ലക്ഷം രൂപ നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടാവുന്നു. അത് പല മടങ്ങായിട്ട് കോമ്പൗണ്ടിങ്ങിന്റെ പവർ മൂലം മാർക്കറ്റിന്റെ പ്രവണതയ്ക്കനുസരിച്ച് ലക്ഷങ്ങളും കോടിയായിട്ട് വളരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് പല ഇൻവെസ്റ്റേഴ്സും മ്യൂച്വൽ ഫണ്ട് SIP അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് തിരഞ്ഞെടുക്കുന്നത്. അത് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനാകാം, അല്ലെങ്കിൽ അവരുടെ മാരേജിന് വേണ്ടി ആകാം, അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ട് ഒരു സ്വപ്ന ഭവനം നിർമ്മിക്കുന്നതിന് വേണ്ടിയാ, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഫ്രീഡത്തോടുകൂടി റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കുന്നതിന് വേണ്ടിയൊക്കെയാണ്. അപ്പൊ എല്ലാവർക്കും മ്യൂച്വൽ ഫണ്ട് SIP വഴി നല്ലൊരു ഇൻവെസ്റ്റ്മെന്റും ഒരു ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടി നല്ല വെൽത്ത് ക്രിയേഷനും സാധ്യമാകട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.